ഓക്കെ, അപ്പൊ നമുക്ക് ബയോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ചെയ്യണ ആൻസർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ NCERT പണ്ട് തുടങ്ങിയപ്പോൾ മുതൽ NCERT ഫോക്കസ് ചെയ്താ പോകുന്നത്. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഇപ്പൊ ലാസ്റ്റ് നടന്ന ഒരു എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ്, റിവിഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നിങ്ങൾ തന്നെ പറയണം. എന്താ ചോദിച്ചേക്കണം? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അഡനിൻ പെയർ വിത്ത് തൈമിൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട്. എല്ലാവരും ആൻസർ ഇട്, വേഗം വേണേ. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാമെങ്കിൽ നമുക്ക് മാക്സിമം അങ്ങ് അറ്റം വരെ എത്തിക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും ശ്രമിച്ചേ. ഒരാളെ ആൻസർ ചെയ്തുള്ളൂ, വേഗമാവട്ടെ വേഗമാവട്ടെ. ആ ശരി ശരി, കറക്റ്റ് ആണ്. നമുക്കറിയാലോ, അഡനിൻ പെയർ വിത്ത് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പ്യൂരിൻസ്? അതും കൂടെ പറയണേ, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകും. പ്യൂരിൻസ് ആരൊക്കെയാണ്? പുക ഫോർ പ്യൂരിൻസ്, ഓർത്തോണം, ചോദിക്കാം. പുക അല്ലെ, പ്യൂരിൻസ് ആർ ഗ്വാനിൻ ആൻഡ് അഡനിൻ. പിരമിഡിൻസ് ഏതൊക്കെയാണ് ബാക്കിയുള്ളത് അല്ലെ? ആരൊക്കെയാണ്? തൈമിൻ, സൈറ്റോസിൻ, ആർനയിൽ ആണെങ്കിൽ യുറാസില്. ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർത്ത് പോണം. ഓക്കെ, പ്യൂരിൻസ്, ഗ്വാനിൻ, അഡനിൻ. RNAയിലുള്ള ഷുഗേഴ്സ് ആണ് യുറാസില്, ബാക്കിയുള്ള സൈറ്റോസിൻ ആൻഡ് തൈമിൻ, ദാറ്റ് ഈസ് പിരമിഡിൻ. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ, ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്? പറയുവോ, എന്തൊക്കെ ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്? പറ, ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കോ? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ഷുഗർ ഉണ്ടാവും അല്ലെ, നൈട്രജൻ ബേസ് ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഓക്കെ, അതില് നൈട്രജൻ ബേസ് ഇറ്റ് ക്യാൻ ബി അഡനിൻ, തൈമിൻ. യെസ്. ഇനി DNA-യുടെ ഇതിനകത്ത് ഷുഗർ ഏതാണ്? ന്യൂക്ലിയോടൈഡ്. DNA ആണെങ്കിൽ ഷുഗർ ഏതാണ്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. DNA ആണെങ്കിൽ ഷുഗർ ഏതാണ്? ഡിയോക്സിറൈബോസ്. RNA ആണെങ്കിൽ ഷുഗർ റൈബോസ് ഷുഗർ. എന്താ വ്യത്യാസം? ഡിയോക്സി ആണെങ്കിൽ ഇവിടെ അല്ലെ 2 പ്രൈമില് ഡിയോക്സിക്ക് H മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി വെറും റൈബോസ് ആണെങ്കിലോ 2 പ്രൈമില് OH ഉണ്ടാവും. ഇതാണ് വ്യത്യാസം, ഇതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, RNA-യുടെ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണം ഈ OH ആണ്, 2 പ്രൈമിലെ OH ആണ്. എന്തൊക്കെ പോയിന്റ്സ് ആ പറഞ്ഞത്? പ്യൂരിൻസ് ആർ ഗ്വാനിൻ, അഡിനിൻ, ബാക്കിയുള്ളതെല്ലാം പിരമിഡിൻസ് ആണ്. RNA-യിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് യുറാസിലാണ്, യുറാസിൽ പെയർ വിത്ത് അഡിനിൻ. ഷുഗർ പറഞ്ഞു, DNA-യിലെ ഷുഗർ ആണ് ഡിയോക്സി റൈബോസ്, RNA-യിലെ ഷുഗർ ആണ് റൈബോസ്. ഡിയോക്സി റൈബോസ് എന്നുള്ള പേര് വരാൻ കാരണം അവിടെ രണ്ടാമത്തെ പ്രൈമിൽ H മാത്രമേ ഉള്ളൂ, RNA-യിൽ OH ഉണ്ട് റൈബോസിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അവിടുന്ന് പറയാനുള്ളത് എന്താ പ്രധാനപ്പെട്ട കാര്യം? DNA-യുടെ ചാർജ്, വേഗം DNA-യുടെ ചാർജ്. DNA നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇനി ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് DNA എങ്ങോട്ട് പോകും? പോസിറ്റീവിലേക്ക് പോകും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേര് ബയോടെക്നോളജി ലെസൺ അല്ല ചാപ്റ്റർ. നമ്മൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമല്ലോ, ആ ഒരു ടെക്നിക്കിന്റെ പ്രിൻസിപ്പിൾ ആണിത്, ഇലക്ട്രോഫോറസിസ്. DNA-ക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്, നമ്മൾ നെഗറ്റീവ് ചാർജ് ചാർജ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നല്ലേ, ഇവിടെയാണ് നെഗറ്റീവ്, ഇവിടെയാണ് പോസിറ്റീവ്. സോ DNA ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിലെ ചെറിയ ഫ്രാഗ്മെന്റ് ആണോ വലിയ ഫ്രാഗ്മെന്റ് ആണോ മൂവ് ചെയ്യുന്നത്? ഏറ്റവും മുമ്പില് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ആരാ? വെയിറ്റ് കുറഞ്ഞ ആളായിരിക്കും മുമ്പിൽ ഓടുക എന്ന് ഓർത്താൽ മതി. ചെറിയ ഫ്രാഗ്മെന്റ് ആയിരിക്കും ഏറ്റവും മുമ്പിൽ എത്തുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, റിവിഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് അവിടുന്ന് എന്താണ് ബേസ് മുതൽ ഡിസ്കസ് ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. പ്യൂരിൻസ് ഫൗണ്ട് ഇൻ ബോത്ത് DNA ആൻഡ് RNA. പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതി. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. പ്യൂരിൻ ഫൗണ്ട് ഇൻ ബോത്ത് DNA ആൻഡ് RNA, യുറാസിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഫോളോ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ആൻസർ വരട്ടെ. ഹലോ, ഓക്കെ, ലെനു ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? HIV ആണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, HIV എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ, വൈറസ് ആണ്. ഇതോ P എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആണ്. മ്യൂക്കർ എന്താന്ന് പറയാവോ? ഫംഗസ് ആണ്. മ്യൂക്കർ ഫംഗസ് ആണ് അല്ലെ. ക്ലമൈഡോമോണസ് ഒക്കെ ഫംഗസിനകത്ത് വരുന്നതാണ്. HIV എന്ന് പറയും ക്ലമൈഡോമോണസ് ആൽഗയാന്ന് തോന്നുന്നു.
ആൽഗയാണോ ഫംഗസ് ആണോ? ആൽഗയാന്ന് തോന്നുന്നു. HIV എന്ന് പറയുമ്പോൾ വൈറസ് ആണ് അല്ലെ? വൈറസിന്റെ പ്രത്യേകത സെൻട്രൽ ഡോഗ്മ എന്താണ്? റെപ്ലിക്കേഷൻ. അതായത് DNA എന്ത് ചെയ്യും? കോപ്പി എടുക്കും, റെപ്ലിക്കേഷൻ നടക്കും. DNA എന്തായിട്ട് മാറും? RNA ആയിട്ട് മാറും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. And RNA back to DNA is called reverse transcription. RNA to protein is called translation. ഇതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇവിടെ വൈറസിന്റെ കേസിൽ വൈറസിനൊന്നുമില്ല, ആകെ കൂടെ ഉള്ളത് ഒരു RNA മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ ഒരു DNA മോളിക്യൂൾ. ഇതാണ് വൈറസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇതൊന്നും ഇല്ല. ഇവരെന്ത് ചെയ്യും? ഇവര് ഹോസ്റ്റിനെ ഹൈജാക്ക് ചെയ്തിട്ടാണ് ഈ പ്രോസസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഫോളോവിങ് the central dogma of molecular biology. ഇതേ ചോദ്യം വേറൊരു തരത്തിൽ ചോദിക്കാം. Which of the following is not applicable for cell theory? ഏതാ? അപ്പോഴും സെയിം ആണ്, വൈറസ് ആണ്. അപ്പൊ വൈറസ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വൈറസിന് ബാധകമല്ല എന്ന് ഓർത്തേക്കുക. സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ Anton von Leeuwenhoek. ആണോ? സെൽ തിയറി സെല്ലല്ല, സെൽ തിയറി. Schleiden and Schwann. Schleiden, Schwann. ഒരാളും കൂടെ വിർച്ചോ. അതില് കോൺട്രിബ്യൂഷനും കൂടെ പറഞ്ഞു പോട്ടെ. ശ്ലീഡൻ പ്ലാന്റ് സെല്ല്, ഷ്വാൻ അനിമൽ സെല്ല് അല്ലെ? ശ്ലീഡനകത്ത് പ്ലാന്റിന്റെ എല്ലുണ്ട്, ഷ്വാൻ സെൽസ് അനിമലിലാണ്, അങ്ങനെയൊക്കെ ഓർക്കാലോ. ദെൻ വിർച്ചോ എന്താ പറഞ്ഞേ? സെൽസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. ഇതൊക്കെ ഓർത്തോണേ. അടുത്തത്, ഇത് വളരെ റീസെന്റ് ആയിട്ട് ഏറ്റവും അവസാനം നടന്ന ഒരു എക്സാമിന്റെ ആൻസർ ആണ്. നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ച ഒരു പോസ്റ്റിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റോസി ഈസ് എ ഡാഷ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറൊരു എക്സാമിനും സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആൻസർ ചെയ്യാവോ? റോസി ഈസ് എ ഡാഷ്. റോസി ഈസ് എ കൗ. ട്രാൻസ്ജനിക് കൗ ആണ് റോസി. പഠിച്ചോ. അടുത്തത്, സെലക്ട് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ. നമ്മളിത് ശ്രദ്ധിച്ചോ? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെയാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും ഇനി ഇങ്ങനെ ചെയ്തു പോകണം. ഓരോ ക്വസ്റ്റ്യനും ഓരോ റിവിഷനുള്ള എന്താണ് പോയിന്റ്സ് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ റോസിയെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ക്വസ്റ്റ്യൻ വഴി. ആൻസർ ചെയ്യാൻ നോക്കിക്കേ. ഓക്കെ, ഒരാൾ ആൻസർ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് തരാം. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, +2 ലെവൽ ക്വസ്റ്റ്യൻ ആയത്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ who produced human protein enriched milk. ട്രാൻസ്ജനിക് അനിമൽ ആണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, അടുത്തത്, it was nutritionally more balanced product for human babies than natural cow milk. അടുത്തത്, milk produced by transgenic cow Rosie contain 2.4 gram of protein per liter and alpha lactalbumin. എന്ന് വെച്ചാൽ ഈ ജീന് ആ കൗവിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൽഫ ലാക്ടമിനും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് ആണ്. ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ് കേട്ടോ. ഒന്ന് പഠിച്ചോളുക. കൗ ആണെന്ന് ഓർക്കുക, ലാക്ടാൽബുമിൻ ആണ് അവിടുത്തെ ജീൻ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ട്രാൻസ്ജനിക് അല്ലെ റീകോമ്പിനേഷൻ ടെക്നോളജി പറയുമ്പോ അവിടെ എന്തൊക്കെ വേണം? റീകോമ്പിനേഷൻ ടെക്നോളജിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈം കട്ട് ചെയ്യാൻ മോളിക്കുലാർ സിസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരാ? ഏത് എൻസൈം ആണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഒരു എക്സാമ്പിള് നമ്മൾ പഠിച്ച എക്സാമ്പിള് എക്കോ R1. ഹൈൻഡ് 3 എക്കോ R1 ഒക്കെ എക്സാമ്പിൾ ആണ്. എക്കോ R1ന്റെ സീക്വൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. GAATTC ആണ് അല്ലെ? GAATTC ആണ്. പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. തിരിച്ച് 2 ഫോൾഡ് സിമെട്രി ഉണ്ട് അല്ലെ? ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതാണ് 2 ഫോൾഡ് സിമെട്രി. എക്കോ R1 റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് GAATTC. ഓർത്ത് വെച്ചോണം. ഈ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് എക്കോ R1ന്റെ. ഒന്ന് നോക്കിയേക്കണം, NCERT ഉള്ളത് കൊണ്ട്. അതും ഹൈൻഡ് 3 നോക്കണം. ഹൈൻഡ് 3 സീക്വൻസ് ഞാനിപ്പോ ഓർക്കുന്നില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? GAATTC ആണ് എക്കോ R1. ഹൈൻഡ് 3 സീക്വൻസ് ഞാൻ ഇപ്പൊ തൽക്കാലം മറന്നുപോയി. ഓക്കെ, അതും ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അത് രണ്ടും NCERT ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൈൻഡ് 3 ഇതുവരെ നമ്മുടെ ലെവലിൽ ചോദിച്ചിട്ടില്ല, എക്കോ R1 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒന്ന് നോക്കിയേക്കുക. പിന്നെ മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്ന എൻസൈം, മോളിക്കുലാർ ഗ്ലൂ ലിഗേസ് ആണ്, DNA ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഒരു എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു എക്സാമിന്റെ
ആൻസർ കീ ആണ്. ആൻസർ കീ അല്ല, ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമ്മൾ പറഞ്ഞതല്ലേ ക്ലാസ്സില്. ഒന്ന് രണ്ടുപേരും കൂടെ ആൻസർ ചെയ്തേ, ഒന്ന് ശ്രമിച്ചേ. ഇടണമെന്നില്ല, പറഞ്ഞാലും മതി. കൺഫ്യൂഷൻ ഉണ്ടോ? ശരി, നോക്കാം. ടെസ്റ്റ് ഇത് എവിടെയാ പഠിച്ചത്? നമ്മള് റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോ മെയിലിന്റെ കേസിൽ നമ്മൾ ടെസ്റ്റിസ് പറഞ്ഞു. ടെസ്റ്റിസ് എവിടെയാ കാണപ്പെടുന്നത്? ഒരു സാക്കിലാണല്ലോ. ആ സാക്കിന്റെ പേരെന്താണ്? സ്ക്രോട്ടൽ സാക്ക്. യെസ്, സ്ക്രോട്ടം അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്ക്. ഒരു 2 ഡിഗ്രി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിനകത്ത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ കമ്പാർട്ട്മെന്റ്സിലും 2 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, അല്ലെ? സെമിനിഫറസ് ട്യൂബ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അകത്ത് സെൽസ് കാണാം, അല്ലെ? അകത്തുള്ള സെൽസിനെ നമ്മൾ ഒരു പേര് വിളിക്കും, സെർട്ടോളി സെൽസ്, അല്ലെ? ഇൻ ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾ നമുക്കൊരു സെല്ല് കാണാം, ഓർക്കുന്നുണ്ടോ? ലെയ്ഡിങ് സെൽസ്. ഓക്കെ. ഇൻ ബിറ്റ്വീൻ ഉള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ലെയ്ഡിങ് സെൽസ്. ഇൻ ബിറ്റ്വീൻ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും വിളിക്കും, അല്ലെ? അപ്പൊ ലെയ്ഡിങ് സെൽസിന്റെ ഫംഗ്ഷൻ ആദ്യം നമുക്ക് പറയാം. എന്താ ലെയ്ഡിങ് സെൽസ് ചെയ്യുന്നത്? നിങ്ങൾ പറ. ലെയ്ഡിങ് സെൽസ് ആൻഡ്രോജൻ, അല്ലെ? ടെസ്റ്റോസ്റ്റിറോൺ അഥവാ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. സെർട്ടോളി സെൽസ് ജേം സെല്ലിനെ നറിഷ് ചെയ്യും. ഈ ജേം സെൽസിലാണ് മിയോസിസും, അല്ലെ? ആദ്യം മൈറ്റോസിസ് നടക്കും, പിന്നെ മിയോസിസ് നടക്കും. അത് സ്പെർമാറ്റിഡ് ആയിട്ട് മാറും. അതിന് മോർഫോളജിക്കൽ ചേഞ്ചസ് നടന്ന് സ്പെർം ആയിട്ട് മാറും. പഠിച്ചതാണ്. അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താ? നറിഷ്മെന്റ് കൊടുക്കുന്നത് സെർട്ടോളി സെൽസ് ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റോസിയുടെ ആൻസർ ഇവിടെ കിടക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സിലബസിൽ ഡയറക്റ്റ് ഇല്ല, എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പുറകിലത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാ. ഇത് നമുക്ക് ഡയറക്റ്റ് സിലബസിൽ ഇല്ല സ്പീസിയേഷൻ, പക്ഷെ എക്കോളജി ഉണ്ട്. ഞാൻ പറയാം. when a population occurs from surviving ancestral species in which both the species continue to live in the same geographical region is called dash. അതായത് ഒന്നുമില്ല, ഒരു പോപ്പുലേഷൻ. ഇപ്പോ നമ്മൾ പറയാം, നമ്മുടെ മാമൽസ്, കങ്കാരുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർസൂപ്പിയൽ മാമൽസ്. മാർസൂപ്പിയൽ മാമൽസ് ഇത് എവിടെയാ ഉള്ളത്? മാർസൂപ്പിയൽ മാമൽസ് എവിടെയുള്ള? കങ്കാരു ഒക്കെ എവിടെയുള്ള? ഓസ്ട്രേലിയയിലാണ് ഉള്ളത്, അല്ലെ? അപ്പം അവിടെ ഒരു ആദ്യമേ ഉണ്ടായ ഒരു ഫോം ഓഫ് മാമൽസ് ആണ് മാർസൂപ്പിയൽ മാമൽസ്. ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് എന്ന് പറയാം, അവിടെ മാത്രം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ മാർസൂപ്പിയൽ മാമൽസ് എന്ത് ചെയ്തു? സെപ്പറേറ്റഡ് ആയിട്ട് മാറി. കണ്ടോ? അതായത് there is a geographical isolation. ഒരു മലയോ ഒരു കടലോ ഒക്കെ ഒരു പോപ്പുലേഷനെ ഇങ്ങനെ എന്താക്കി വെച്ചു? സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇതിനെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ എന്ന് വിളിക്കുക. മാർസുപ്പിയൽ മാമൽസ് ഇതൊക്കെ വിട്ടേക്ക് ഒരു പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് പോപ്പുലേഷൻ. പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ അവിടെയുള്ള ഇൻഡിവിജ്വൽസ് ഇപ്പൊ ഒന്നാണ്, എല്ലാവരും ഒരേ ആൾക്കാരാണ്. ഓക്കെ. ഇതിന് നടുക്കൊരു മല വന്നു, അല്ലെങ്കിൽ നടുക്കൊരു ഒരു തടാകം വന്നു. അതിനെയാണ് നമ്മളൊരു ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സെപ്പറേഷൻ വരുമ്പോ ഇപ്പൊ ഇതൊരു പുഴയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു തടാകമാണെന്ന് വിചാരിച്ചോ, ഇതിന്റെ ഇവിടെയുള്ള അനിമൽസ് ഒരേ അനിമൽസ് ആണ്, അല്ലെ? ഇവിടെയുള്ള അനിമൽസ്, ഇവിടെയുള്ള ബി എന്ന് പറയുന്ന അല്ലെ, രണ്ടും ഒരേ അനിമൽസ് ആണ്. നമ്മളിപ്പോ പേര് കൊടുത്തു എ ആൻഡ് ബി. ഈ ജിയോഗ്രഫിക്കൽ സെപ്പറേഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന എൻവയോൺമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോ രണ്ടുപേരും ഡിഫറൻഷ്യലി എവോൾവ് ചെയ്യും. എ എന്ന് പറയുന്ന കൂട്ടർക്ക് ചില പ്രത്യേക അഡാപ്റ്റേഷൻസ് വരും, ബി എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മോഡ് ഓഫ് അഡാപ്റ്റേഷൻ നടക്കും, അല്ലെങ്കിൽ എവല്യൂഷൻ നടക്കും. സോ ഇവൻച്വലി രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് അല്ലോപാട്രിക് സ്പീസിയേഷൻ. അതായത് ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അല്ലോപാട്രിക് സ്പീസിയേഷൻ. ഓക്കെ. സിംപാട്രിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാര് നോ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ അവർ പല പല സ്പീഷീസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് സിംപാട്രിക്. സിം എന്ന് പറഞ്ഞാൽ സെയിം ഏരിയ വിത്തൗട്ട് എനി ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ. ഇത് മനസ്സിലായോ? വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഞാനിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? സോമി, അൽസിഫ, ഷഹാന, മനസ്സിലായോ? ഒന്നുകൂടെ പറയാം സാർ. പറയാം. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഒന്ന് ശ്രമിച്ചാൽ മതി. ഇപ്പോ
ഒരു ഗ്രൂപ്പ് ഓഫ്, അതായത് ഒരു 10 മാൻ ഉണ്ടായിരുന്നു, മാൻ നമ്മുടെ ഡിയർ. പെട്ടെന്ന് എന്താണ് ഒരു ഭൂകമ്പമൊക്കെ വന്നിട്ട് ഒരു വലിയൊരു കൊക്ക രൂപപ്പെട്ടു. അപ്പം 10 മാൻ സെപ്പറേറ്റഡ് ആയി. ഒരു 5 എണ്ണം ഈ കൊക്കയുടെ ഒരു സൈഡിലും 5 എണ്ണം കൊക്കയുടെ വേറൊരു സൈഡിലേക്കും ആയി. അപ്പൊ കൊക്കയാണ് അവിടുത്തെ എന്ത് ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ അല്ലെ. ഒരു മലയോ കൊക്കയോ തടാകമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഈ പോപ്പുലേഷനെ സെപ്പറേറ്റ് ചെയ്തു അല്ലെ. ഇനി ഈ കൊക്കയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ ഇപ്പൊ വരയ്ക്കുന്ന പോലെയല്ല അല്ലെ, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവിടെ അനുഭവപ്പെടുന്ന എവല്യൂഷണറി ഫോഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അവിടെ കിട്ടുന്ന അന്തരീക്ഷം എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ് കൊക്കയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക്. സോ ഞാൻ പറയണ 1 വർഷം 2 വർഷം അല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ ഈ 2 ഓർഗാനിസവും അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് മാൻ ആണ് അല്ലെ, ഡിയേഴ്സ് ആണ്. കുറെ നാൾ കഴിയുമ്പോൾ ഇവർക്ക് ഡിഫറൻഷ്യലി അല്ലെ 2 സ്ഥലത്ത് നടക്കുന്ന എവല്യൂഷൻ ഡിഫറെന്റ് ആണ്. രണ്ടും 2 ഓർഗാനിസം 2 സ്പീഷീസ് ആയിട്ട് മാറും അല്ലെ. ഒരു കൊക്ക വന്നിട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് മാറി, ഒരു ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വന്നത് കൊണ്ട് ഡിഫറെന്റ് ആയിട്ട് മാറി. ഇതാണ് അല്ലോപാട്രി, ഫസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ, അങ്ങനെ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ ആ 10 മാനും ഒരുമിച്ച് തന്നെ ഇരുന്നു. ഓക്കെ, അങ്ങനെ ഒരുമിച്ചിരുന്നപ്പോ സെലക്റ്റീവ് ആയിട്ട് അവർ ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ചില മാൻ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള മാനുമായിട്ട് തന്നെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരേ ഏരിയയിലാണ്, അപ്പൊ സെലക്റ്റീവ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിൽ കുറച്ച് മാൻ എന്ത് ചെയ്തു, വേറൊരു സ്പീഷീസ് ആയിട്ട് ഇതുപോലെ കുറെ വർഷങ്ങൾ എടുത്ത് ഇവോൾവ് ചെയ്യും. അപ്പൊ അവിടെ ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ വന്നോ? വന്നിട്ടില്ല. അപ്പൊ അതാണ് സെയിം ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നടക്കുന്ന സ്പീസിയേഷൻ ആണ് സിംബാട്രി. സിംബാട്രി അല്ലെ. ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതാണ് അല്ലോപാട്രി. കുറച്ചെങ്കിലും മനസ്സിലായോ? അധികം ഇതാക്കണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് സിലബസിൽ ഇല്ല. പിന്നെ അവിടെ പറയുമ്പം എന്തുകൊണ്ടാണ് സ്പീസിയേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയണം. അപ്പൊ അതൊന്നും നമുക്ക് പറയാനുള്ള സമയമില്ല, നമുക്ക് അത്ര ആവശ്യമില്ല ഡീറ്റെയിൽ ആയിട്ട്. ചെറിയൊരു ഐഡിയ കിട്ടിയോ? അല്ലോപാട്രി എന്താണ്, സിംബാട്രി എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. Okay, sir. മനസ്സിലായോ? അടുത്തത് നോക്കിയൊക്കെ, DNA നമുക്കറിയാം, ന്യൂക്ലിയോടൈഡ്, ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, നൈട്രജൻ ബേസ് ഉണ്ടാവും അല്ലെ. ഇതിലെ ഈ നൈട്രജൻ ബേസിന്റെ, ഒരു നൈട്രജൻ ബേസിന്റെ 3' OH അറ്റാക്ക് അത് അനദർ ന്യൂക്ലിയോടൈഡിന്റെ 5' ഫോസ്ഫേറ്റ്. ആൻഡ് ദിസ് ലിങ്കേജ് ഈസ് കോൾഡ് ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് വിത്ത് അനദർ ന്യൂക്ലിയോടൈഡ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്തത്, ഡ്യൂറിംഗ് DNA replication the strand separate by. During DNA replication strand is separated by. ആൻസർ ഇട്ടേ. സി. സംശയം ഉണ്ടോ? DNA replicationന് വേണ്ട എൻസൈം പോളിമറൈസ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നതല്ല DNA, ഇതാണ് DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് മുറിക്കണം, അപ്പോഴേ ഇതിന്റെ കോപ്പി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അൺവൈൻഡ് ചെയ്യാൻ വേണ്ട എൻസൈം ആണ് DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ്, ഈ നെയിം ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. DNA ഹെലിക്കേസ് ആണ് എൻസൈം കേട്ടാ. അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ, 70S റൈബോസോംസ് ആർ ഫൗണ്ടിങ്. ഓക്കെ, നമുക്കറിയാം യൂക്കാരിയോട്ടിക് റൈബോസോം ഈസ് 80S, പ്രോകാരിയോട്ടിക് റൈബോസോം ഈസ് 70S. നമ്മൾ പഠിച്ചതാ. ഓക്കെ, 80S composed of 60S large subunit, 40S small subunit. 10 കുറച്ചാൽ മതി. ഇവിടെ 50S large subunit, 30S small subunit നമ്മൾ പറഞ്ഞതാ. ആൻഡ് 70S പ്രോകാരിയോട്ടിൽ മാത്രമല്ല, ചില ഓർഗനൽസിലും ഉണ്ട്. നമ്മൾ സെൽ ബയോളജി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്, ഇത് കറക്റ്റ് ആണ്. ബട്ട് നോട്ട് ഓൺലി ഇൻ ബാക്ടീരിയ, in chloroplast, in mitochondria also. എന്താ ഉള്ളത്? 70S റൈബോസം. അപ്പോ all of the above വരും ആൻസർ. ആൻസർ ഡി ആണ് കേട്ടോ.